സ്വിറ്റ്സർലൻഡിലെ ജനീവ തടാകത്തിന് സമീപം സ്റ്റാച്യു ഓഫ് എംപ്റ്റിനെസ് എന്ന് പേരുള്ള കോപ്പർ നിർമ്മിതമായ ഒരു സ്റ്റാച്യു ഉണ്ട്. ആൽബർട്ട് ഗോഗെ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചത്. തൻ്റെ ഭാര്യയുടെ പെട്ടെന്നുള്ള വിയോഗം അദ്ദേഹത്തിന് സമ്മാനിച്ച അഗാധമായ ദുഃഖത്തിൻ്റെ ശൂന്യതയുടെ ഒരു അടയാളമായിരുന്നു ഈ സ്റ്റാച്യു എന്ന് പറയുന്നത്. ഒരു ബെഞ്ചിൽ മുഖം കുനിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനെയാണ് ഈ സ്റ്റാച്യുവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ നെഞ്ചോട് ചേർന്നുള്ള ഭാഗം മുഴുവനും വലിയ ഒരു ദ്വാരമാണ്. ഈ ദ്വാരത്തിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റാച്യു ക്രമീകരിച്ചിട്ടുള്ളത്. ആൽബർട്ട് ഗോഗയുടെ ദുഃഖത്തിൻ്റെ പ്രകടനം ഈ ഒരു സ്റ്റാച്യുവിലൂടെയാണ്. അനേക വാക്കുകളേക്കാൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രതിമയായിരുന്നു ഈ പ്രതിമ. ഈ രൂപം അനേക ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ദുഃഖാർത്തരായ ആളുകൾക്ക് ഈ സ്റ്റാച്യു കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുഃഖത്തെയും ഓർത്തെടുക്കാനായിട്ട് ഈ സ്റ്റാച്യു സഹായിച്ചു. ഇത് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നാം കയ്യെത്തിപ്പിടിച്ചു എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അഗാധമായ നിരാശയിലേക്ക്, ശൂന്യതയുടെ മനുഷ്യരായി നമ്മൾ മാറ്റപ്പെടുന്നു. വചനം പറയുന്നുണ്ട്, ദൈവത്തോടു കൂടെ ശേഖരിക്കപ്പെടാത്തതെല്ലാം ചിതറിക്കപ്പെടും. ധനികനായ യുവാവിൻ്റെ കാര്യം എടുക്കുക. അവനെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, പ്രമാണങ്ങൾ അവൻ അനുസരിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദൈവത്തോടു കൂടെ ശേഖരിച്ചിരുന്നെങ്കിൽ ഈ ധനികനായ യുവാവിന് ഇങ്ങനെ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കേണ്ടി വരില്ലായിരുന്നു. പഴയ നിയമത്തില് ജോബിന്റെ ഡയലോഗ് എങ്ങനെയാണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുത്താകട്ടെ. അതൊരു മനോഭാവമാണ്. ദൈവത്തോട് കൂടെ ഞാൻ വളരുന്നു എന്നുള്ളൊരു മനോഭാവം. ഈ മനോഭാവത്തിലേക്ക് വളരാൻ നാം എത്ര സഞ്ചരിക്കണം? എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് ഈശോയെ കൂടാതെ, ദൈവത്തെ കൂടാതെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ശൂന്യത തളം കെട്ടിക്കിടന്നിരുന്നു. ദൈവത്തെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയം തുള്ളിച്ചാടിക്കൊണ്ടാണ് എലിസബത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. ജീവിതത്തിൽ അർത്ഥമുണ്ടായിരുന്നു. ദൈവത്തോട് കൂടെയാണ് അവൾ ശേഖരിച്ചു വെച്ചത്. പ്രിയമുള്ളവരെ, അഗാധമായ ദുഃഖം ഏത് കാര്യത്തിനുമായിക്കോട്ടെ, അഗാധമായ ദുഃഖം നമ്മളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ഇല്ല. ദൈവത്തോട് കൂടെയല്ല നമ്മൾ ശേഖരിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം കൂടെയില്ലാതെ വിലപിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ശൂന്യത, ഡാർക്ക് ഹോള്, ഇതെല്ലാം അവിടെയുണ്ട്. നോയമ്പ് കാലത്ത് ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. ശൂന്യതകൾ നിറവുകളായിട്ട് മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.